വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ധർമ്മസ്ഥല സംഭവത്തിൽ നടൻ പ്രകാശ് രാജിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രതി ചിന്നയ്യ. വ്യാജ ആരോപണം ഉന്നയിക്കാൻ പ്രകാശ് രാജ് അടക്കമുള്ളവർ നിർബന്ധിച്ചു. സാമൂഹിക പ്രവർത്തകരായ മഹേഷ് ഷെട്ടി, തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ തുടങ്ങിയവർക്കെതിരെയും ആരോപണമുണ്ട്. കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ആരോപണം. വിവരങ്ങളുമായി ആദർശ് ടി എസ് ചേരുകയാണ്. ആദർശ്, ഇത് സ്വാഭാവികമാണ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പലരുടെയും ഇടപെടൽ ഈ ഒരു ഇല്ലാത്ത കഥ പെരുപ്പിച്ച് കെട്ടിച്ചമച്ച് അതിങ്ങനെ വല്ലാത്തൊരു കഥയാക്കി മാറ്റിയതിന് പിന്നിൽ പലരുടെയും വലിയ ഇടപെടലുണ്ട്. പ്രകാശ് രാജ് നിരന്തരം വാർത്തകൾ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഇത് എത്രത്തോളം വലിയ ഗൗരവമായൊരു ആരോപണമാണ്? ശ്യാം, ഇതൊരു ഗൗരവമുള്ള ആരോപണം തന്നെയാണ്. കാരണം ധർമ്മസ്ഥലയുടെ പേര് കളങ്കപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രകാശ് രാജ് അടക്കമുള്ളവർ ഒരു ഗൂഢാലോചന നടത്തുകയും 50 ലക്ഷം രൂപ ഈ ചിന്നയ്യയ്ക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് ചിന്നയ്യ നൽകിയ ഈ ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല, തമിഴ് അറിയാവുന്നുള്ള തന്നോട് പ്രകാശ് രാജ് തമിഴിൽ സംസാരിക്കുകയും ചെയ്തു എന്ന് ചിന്നയ്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവരെല്ലാം ചേർന്ന് ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ചിന്നയ്യ നടത്തിയ വിവാദമായ വെളിപ്പെടുത്തൽ എന്നുള്ള കാര്യമാണ് ചിന്നയ്യയുടെ ഹർജിയിൽ പറയുന്നത്. കാരണം ചിന്നയ്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വ്യാജ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ താൻ മാത്രം പ്രതിയാകുന്നു എന്ന് ബോധ്യമായപ്പോൾ ചിന്നയ്യ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തുവിടുകയാണ് എന്ന് ഈ ഹർജിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും നിലവിൽ ചിന്നയ്യ ഈ ഹർജിയിൽ ആരോപിക്കുന്നത് പ്രകാശ് രാജിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇത്തരത്തിൽ വലിയ ഒരു ഗൂഢാലോചനയിൽ പ്രകാശ് രാജ് പങ്കാളിയാകുന്നു. 50 ലക്ഷം രൂപയടക്കം ഈ ചിന്നയ്യയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, തമിഴിൽ പലപ്പോഴും പ്രകാശ് രാജ് ചിന്നയ്യയെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ധർമ്മസ്ഥലയ ഒരു കളങ്കപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നതെന്നാണ് ഈ ഹർജിയിൽ ചിന്നയ്യ ആരോപിക്കുന്ന ഈ വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേഗത്തിലാക്കണം എന്നാണ് ചിന്നയ്യ ഈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. എന്തായാലും ഇതിനോട് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രതികരിച്ച പ്രകാശ് രാജ് പിന്നീട് മാധ്യമങ്ങളെ കാണും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു വലിയ വിശദീകരണം തന്നെ സിനിമാ താരം നൽകേണ്ടി വരും. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം വാർത്താ തലക്കെട്ടുകളിലൊക്കെ ഇടം നേടാറുണ്ട്. എന്നാൽ ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അതിനോട് ഉടനെ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് പ്രകാശ് രാജ് സ്വീകരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ചിന്നയ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ചിന്നയ്യ വലിയ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ധർമ്മസ്ഥലയ്ക്കെതിരെ മാധ്യമങ്ങൾ തിരിയുകയും ചെയ്തിരുന്നു. പല മലയാള മാധ്യമങ്ങളും അവിടെ റിപ്പോർട്ടറെ അയച്ച് ആ ഒരു സ്ഥലത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ അവിടെ നിന്ന് സ്ത്രീകളുടെ ശവശരീരങ്ങൾ കിട്ടിയെന്നടക്കമുള്ള വാർത്തകൾ നൽകിക്കൊണ്ട് അതിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കേസിലെ പ്രതി ചിന്നയ്യ തന്നെ കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിലാണ് പ്രകാശ് രാജ് അടക്കമുള്ളവരുടെ ഗൂഢാലോചനയിലെ പങ്കാളിത്തം പുറത്തു വന്നിരിക്കുന്നത്. ശ്യാംബാബു, യെസ്, വളരെ ഗുരുതരമായ ഒരുപാട് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പെരുപ്പിച്ച് കാട്ടി എപ്പോഴും രാജ്യത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ പച്ചക്കള്ളം പെരുപ്പിച്ച് കാട്ടിയത് എന്നതിലുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കൂടി വരികയാണ്.